നിത്യത തീർക്കുന്ന നിമിഷങ്ങൾ എന്ന ഈ പ്രോഗ്രാമിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. രണ്ടായിരത്തി ഒന്നിൽ റിലീസ് ചെയ്ത രജത കീർത്തനം എന്ന ക്രിസ്ത്യൻ ഡിവോഷണൽ ആൽബത്തിലെ പഞ്ചാഗ്നി മധ്യത്തിൽ തപസ് ചെയ്തിട്ടല്ല എന്ന ഗാനമാണ് നമ്മൾ തിരഞ്ഞെടുത്തിരിക്കുന്നത്. ഇതിൻ്റെ സംഗീത സംവിധാനം നിർവഹിച്ചിരിക്കുന്നത് വിൻസെൻ്റ് തലക്കോട്ടൂറാണ്. ക്ലാസിക്കൽ ബേസ്ഡ് ആയിട്ട് ഒത്തിരി പാട്ടുകൾ ചെയ്തിട്ടുള്ള ആളാണ്. ഇതിൻ്റെ ഒറിജിനൽ സൗണ്ട് ട്രാക്ക് പാടിയിരിക്കുന്നത് മധു ബാലകൃഷ്ണനാണ്. നമുക്ക് പാട്ടൊന്ന് ശ്രദ്ധിച്ചു നോക്കാം. പഞ്ചാഗ്നി മധ്യത്തിൽ തപസ്സിരുന്നിട്ടല്ല സർവേശ്വര നിന്നെ അറിഞ്ഞതു ഞാൻ. സ്നേഹസ്വരൂപനായി ഭൂമിയിൽ ജീവിച്ച് ദൈവമേ നീ സ്വയം വെളിപ്പെടുത്തി. പഞ്ചാഗ്നി മധ്യത്തിൽ തപസ്സിരുന്നിട്ടല്ല സർവേശ്വര നിന്നെ അറിഞ്ഞതു ഞാൻ. സ്നേഹസ്വരൂപനായി ഭൂമിയിൽ ജീവിച്ച് ദൈവമേ നീ സ്വയം വെളിപ്പെടുത്തി. ക്രിസ്ത്യൻ ഭക്തിഗാനങ്ങളിൽ വളരെ അപൂർവമായി ഉപയോഗിക്കുന്ന ഒരു താളമാണ് 5/8 തക്കത്താക്കിയിട്ട. അപ്പോൾ അച്ഛൻ ഈ പാട്ട് എഴുതിയപ്പോൾ ഈ 5/8 താളത്തിന് വേണ്ടി ഇതിന് സംഗീത സംവിധാനം പറഞ്ഞെഴുതിയതാണോ, എങ്ങനെയാണ് അത് സംഭവിച്ചത്? ഈ ഗാനം ഞാൻ സ്വതന്ത്രമായിട്ട് എഴുതിയൊരു ഗാനമാണ്. സ്വതന്ത്രമായൊരു രചന നടത്തുമ്പോൾ അതിനകത്തൊരു താളം ഉണ്ടാകുന്നുണ്ട്. കവിയുടെ ഒരു താളമുണ്ട്. അതെ, ഒരു കവിയുടെ താളമുണ്ട്, ഒരു മീറ്ററിങ് ഒക്കെ ഉണ്ട്. പക്ഷെ പലപ്പോഴും ഞാനത് അറിഞ്ഞുകൊണ്ട് ചെയ്യുന്നതല്ല. എനിക്കിപ്പോൾ 5/8 ഗാനം എഴുതി തരണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്നെക്കൊണ്ട് പറ്റിയെന്ന് വരികയില്ല. കാരണം അത്രയ്ക്ക് എനിക്ക് അത്ര കൃത്യമായിട്ടത് ചെയ്യാൻ അങ്ങനെയുള്ളൊരു അറിവ് എനിക്കില്ല, താളത്തെ പറ്റിയുള്ള. അതെ അതെ. എന്നാൽ എഴുതുമ്പോൾ ഏതെങ്കിലും ഒരു താളത്തിലേക്ക് അതങ്ങ് വാർന്ന് വീഴാറുണ്ട്. ഒരു ട്യൂൺ തന്നു കഴിഞ്ഞാൽ ആ ട്യൂണിലേക്ക് എഴുതാനായിട്ട് പറ്റുന്നുണ്ട്. അല്പം കവിത്വം ഉള്ളതുകൊണ്ട് ഞാനിങ്ങനെ എഴുതിപ്പോയെന്ന് മാത്രമേ ഉള്ളൂ. ചിലപ്പോൾ ഞാൻ ഓർക്കാറുണ്ട് ഞാൻ എങ്ങനെയാണ് ഒരു ഗാനരചയിതാവായതെന്ന് തന്നെ. ആദ്യകാലത്തൊന്നും എനിക്കങ്ങനെ ഇങ്ങനെ ആകുമെന്നൊന്നും തോന്നിയിട്ടില്ല. പക്ഷെ അങ്ങനെ ആയി. നമ്മുടെ ഈ പ്രോഗ്രാം സ്ഥിരമായി കണ്ടുകൊണ്ടിരിക്കുന്ന 3-4 പേര് കൂടി കഴിഞ്ഞ ദിവസം ഒരു ചർച്ചയുണ്ടായി. അപ്പം അതിൽ പ്രധാനമായിട്ട് അവർ ഒരു ചോദ്യം ചോദിച്ചു എന്നോട്. എന്തുകൊണ്ട് ഈ ചോദ്യം അച്ഛനോട് ഇതുവരെ ചോദിച്ചില്ല? അച്ഛൻ എഴുതുന്ന ഭക്തിഗാനങ്ങളിലെല്ലാം ഒരു ഭാരതീയ സങ്കല്പങ്ങളും ഭാരതീയ ബിംബങ്ങളും കൂടുതലായി ഉപയോഗിക്കുന്നു. എന്താണ് അച്ഛനെ പ്രചോദിപ്പിക്കുന്നത് എന്നൊരു ചോദ്യമുണ്ട്. അത് ശരിക്കും ഞാൻ ചോദിക്കേണ്ടായിരുന്നതിന് മുമ്പ് എനിക്കും ഉണ്ടായിരുന്ന സംശയം, എന്തുകൊണ്ടാണ് അച്ഛൻ അങ്ങനെ വരുന്നത്? ഈ ചോദ്യത്തിന് ഒരു ഉത്തരം പറയുന്നതിനെ കുറിച്ച് ഞാൻ ചിന്തിച്ചില്ല. പക്ഷേ ഞാൻ തന്നെ ഇങ്ങനെ ഒരു കാര്യം ചെയ്തത് പലരും നോട്ട് ചെയ്ത് പറഞ്ഞപ്പോഴാണ് ഞാൻ അറിയുന്നത്. എന്ന് പറഞ്ഞാൽ പ്ലാൻ ചെയ്തതല്ലത്. ഇപ്പം എൻ്റെ സാഹിത്യ ഭാഷയുടെ ഒരു പ്രത്യേകത, ഞാൻ പഠിച്ചത് മലയാളം ഭാഷ ആയതുകൊണ്ട് കോളേജിലൊക്കെ കിട്ടിയ സ്വാധീനം, പിന്നെ ഒരുപാട് പുരാണങ്ങളും ഇതിഹാസങ്ങളൊക്കെ അതുമായിട്ട് ബന്ധപ്പെട്ട് ഭാരതീയമായത് വായിച്ച് ഉള്ള അറിവ്, പിന്നെ കൈകാര്യം ചെയ്യുന്ന വിഷയം ആത്മീയമാണല്ലോ, അല്ലെങ്കിൽ ആധ്യാത്മികമാണല്ലോ. അപ്പം ഈ ഭാരതം എന്ന് പറയുന്നത് ആധ്യാത്മികതയുടെ ഒരു നാടാണ്. അപ്പോൾ ദൈവാന്വേഷണത്തിൻ്റെ വലിയൊരു പശ്ചാത്തലം ഇവിടെ ഉണ്ട്. ഇപ്പോൾ പുരാണങ്ങളിലേക്കും ഇതിഹാസങ്ങളിലേക്കും ഒക്കെ നോക്കുമ്പോൾ ദൈവത്തെ തേടിയവരും അന്വേഷിച്ചവരും ഒക്കെ എത്ര വലിയ പ്രയത്നങ്ങളാണ് ആ രീതിയിൽ ചെയ്തിട്ടുള്ളതെന്ന് നമ്മളറിയുമ്പോൾ അത് ഈ ഒരു ബിംബത്തിൽ അത് കിടക്കുന്നത്. അപ്പം അതുകൊണ്ട് ഭാരതത്തിൽ നിന്ന് ആധ്യാത്മികതയെക്കുറിച്ച് എന്തെങ്കിലും എടുത്തു കഴിഞ്ഞാൽ ഇങ്ങനെയൊരു ബിംബകൽപ്പനയെ നമുക്ക് പറ്റുള്ളൂ. അപ്പം അതുകൊണ്ട് അതും ഇതും കൂടെ കൂട്ടിച്ചേർക്കാൻ വന്നേ ഉള്ളൂ. അല്ലാതെ ഞാൻ മനഃപൂർവ്വം ഒരു കൾച്ചറൽ അമാൽഗമേഷൻ എന്നൊക്കെ ഉള്ള രീതിയിൽ വേണമല്ലോ എന്ന് വിചാരിച്ച് ചെയ്തല്ലത്. എൻ്റെ ഭാഷാപ്രയോഗത്തിൻ്റെ പ്രത്യേകത കൊണ്ട് അങ്ങനെ വരുന്നേ ഉള്ളൂ. എൻ്റെ കാവ്യഭാഷ അങ്ങനെ ആയതുകൊണ്ട്. ഈ പഞ്ചാഗ്നി മധ്യത്തിലോട്ട് നമുക്ക് വരാം, പാട്ടിലോട്ട്. പഞ്ചാഗ്നി മധ്യത്തിൽ തപസ്സിരുന്നിട്ടല്ല എന്ന് പറയുമ്പോൾ തന്നെ ഇങ്ങനെയുള്ള കഥാപാത്രങ്ങളുണ്ട്. നമ്മുടെ ഈ ഇതിഹാസ കഥാപാത്രങ്ങൾ അഗ്നിയിൽ നിന്ന് തപസ് ചെയ്യുകയും ശരീരത്തിൻ്റെ അവയവങ്ങൾ ഓരോന്നോരോന്നായിട്ട് മുറിച്ച് അഗ്നിയിൽ ഹോമിക്കുകയും ദൈവത്തെ കാണാനുള്ള വാശി പിടിക്കുകയും ഒക്കെ ചെയ്തിട്ടുള്ള
കഥാപാത്രങ്ങളുണ്ടല്ലോ, ഒരു കാലിൽ നിന്ന് തപസ് ചെയ്യുന്നവർ ഒക്കെ ഉണ്ടല്ലോ. അപ്പം അങ്ങനെ നോക്കുമ്പം നമ്മളെ സംബന്ധിച്ച് നോക്കിയാൽ നമ്മൾ ഒരു പാടും പെട്ടില്ല. ദൈവം ഇങ്ങോട്ട് ഇറങ്ങി വന്നു, ഇതാ മകനെ ഞാൻ എന്ന് പറഞ്ഞ് നമുക്ക് അങ്ങോട്ട് വെളിപ്പെടുത്തി തരുകയാണ് ചെയ്തത്. അപ്പം അത് നോക്കുമ്പോൾ എൻ്റെ ദൈവാന്വേഷണം എന്ന് പറയുന്നത് ഞാനൊരു അന്വേഷണം നടത്താതെ തന്നെ ദൈവം മനുഷ്യനായ മാതൃജീവനിലേക്ക് വന്ന ആ വിശ്വാസത്തിലാണ് ഞാൻ ജനിക്കുന്നത്. അങ്ങനെ ജനിച്ചതുകൊണ്ട് എനിക്ക് കിട്ടിയ ഏറ്റവും വലിയ ഗുണം എന്താണെന്ന് ചോദിച്ചാൽ, എൻ്റെ ദൈവത്തെ എനിക്ക് ജനിച്ചപ്പോൾ തന്നെ എൻ്റെ കൺമുമ്പിൽ കാണാൻ സാധിച്ചു. ഇതാ ഞാൻ, ഒരു പ്രയത്നം അതിൻ്റെ പിന്നിൽ വേണ്ടി വന്നില്ല. അപ്പോൾ അതുകൊണ്ടാണ് പഞ്ചാഗ്നി മധ്യത്തിൽ തപസ്സിരുന്നിട്ടല്ല സർവേശ്വര അതിനെ ഞാൻ അറിഞ്ഞത്. നീ സ്നേഹസ്വരൂപനാണെന്നുള്ള വലിയ സത്യം ഞാൻ അറിഞ്ഞത് നീ സ്വർഗം വിട്ട് ഭൂമിയിലേക്ക് ഇറങ്ങി വന്ന് മനുഷ്യരുടെ ഇടയിൽ ജീവിച്ച് നീ സ്വയം വെളിപ്പെടുത്തി ഇതാ ഞാനെന്ന് പറഞ്ഞ് എൻ്റെ മുമ്പിൽ നിന്നതുകൊണ്ടാണ്. അപ്പോൾ അതിൻ്റെ ആ വലിയ തിരിച്ചറിവ്, കാരണം ഈ തിരിച്ചറിവ് കിട്ടാൻ ഭാഗ്യം ലഭിച്ചു, നമുക്ക് ജനനത്താൽ തന്നെ ഭാഗ്യം ലഭിച്ചു. ആ ഭാഗ്യത്തെക്കുറിച്ച് ഓർക്കുമ്പോൾ നമുക്ക് എങ്ങനെ അന്തം വിട്ട് നിൽക്കാതിരിക്കാൻ പറ്റും? അതാണ് ഇങ്ങനെയൊരു പ്രയോഗത്തിലൂടെ ഞാൻ കൊണ്ടുവന്നത്. പല പാട്ടുകളിലുണ്ട്. നമ്മൾ ഇതിനു മുമ്പ് എടുത്ത 2 or 3 പാട്ടുകളുണ്ടായിരുന്നു. അന്ന് ഞാൻ ഈ ചോദ്യം ചോദിക്കണമെന്ന് വിചാരിച്ചാ വിട്ടുപോയതാണ്. നമ്മൾ ഒരിക്കൽ പരാമർശിച്ചല്ലോ, ഗംഗാപ്രവാഹത്തിൽ യോർദാനായി നീയും ഒഴുകുന്നൊക്കെ ഉള്ള പുളിമാവിൻ്റെ കാര്യമൊക്കെ പറഞ്ഞു. എങ്ങനെയാണെങ്കിലും ഈ പാട്ടിന് ഈ ഭാരതീയ ബിംബങ്ങൾ ഉപയോഗിച്ച പോലെ തന്നെ വളരെ മനുഷ്യനെ സ്വാധീനിക്കുന്ന 2 രാഗങ്ങളും കൂടെ ഈ വിൻസെൻ്റ് തലക്കോട്ടൂരിനകത്ത് ചേർത്തിട്ടുണ്ട്. ഞാൻ രാവിലെ അദ്ദേഹമായിട്ട് സംസാരിച്ചിരുന്നു. അപ്പോൾ ശുദ്ധസാവേരിയും ഹരികാംബൂജിയാണ് പ്രയോഗിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്കൊരു ക്ഷേത്ര പശ്ചാത്തലത്തിലൊക്കെ ധാരാളമായി കേൾക്കുന്ന രാഗമാകൊണ്ട് പെട്ടെന്ന് ക്രിസ്ത്യൻ ഡിവോഷനിലാണോ എന്നൊരു സംശയം നമുക്ക് തോന്നും. കാരണം ക്രിസ്ത്യൻ ഡിവോഷനിലെ ഒരു സ്ട്രാറ്റജി വേറെ ആൾക്കാർ അങ്ങനെ സൃഷ്ടിച്ച് വെച്ചിരിക്കുകയാണ്. അപ്പോൾ അതിൽ നിന്നൊക്കെ ഒരു ഭയങ്കര ഒരു വിമോചനമാണ് അച്ഛൻ്റെ പാട്ടുകളും ഈ ട്യൂണിങ്ങും ഒക്കെ. നമുക്ക് അതിന് ശരിക്കും അച്ഛൻ്റെ ഒരു ഗുരു ഉണ്ടല്ലോ, കരികുതൻ ചന്ദ്രനോടൊക്കെ, അതിനൊക്കെ ഒരു ബന്ധങ്ങൾ കാണും. അതിനൊക്കെ അദ്ദേഹത്തിൻ്റെ സ്വാധീനം കുറച്ചൊക്കെ എനിക്കുണ്ട്. പക്ഷെ എനിക്ക് കൂടുതൽ പറയാനുള്ളത് ഈ വിൻസെൻ്റ് തലക്കോട്ടൂർ എൻ്റെ കവിതകൾ അല്ലെങ്കിൽ ഗാനങ്ങൾ അതിനകത്ത് ആ സാഹിത്യം എടുത്തു കഴിഞ്ഞാൽ അദ്ദേഹം ഒരു മാറ്റവും ലിറിക്സ് വരുത്തേണ്ടി വരുന്നില്ല. അദ്ദേഹം അതിനകത്തെ താളം കണ്ടുപിടിച്ച് വളരെ മനോഹരമായിട്ട് ഞാൻ പ്രതീക്ഷിക്കുന്നതിലും മനസ്സിൽ സങ്കല്പിക്കുന്നതിലും അപ്പുറത്തേക്ക് കൊണ്ടുപോകുന്ന എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സംഗീത സംവിധായകരിൽ ഒരാളാണ് അദ്ദേഹം. അത് പറയാതിരിക്കാൻ പറ്റില്ല. നമുക്കിതിൻ്റെ അനുപല്ലവി ഒന്ന് കേട്ടു നോക്കാം. പൂർവകാലങ്ങളിൽ വേദവാക്യങ്ങളായി പൂർണ്ണമാകാതെ കിടന്ന സത്യം, പൂർവകാലങ്ങളിൽ വേദവാക്യങ്ങളായി പൂർണ്ണമാകാതെ കിടന്ന സത്യം, മാറ്റാതെ നീതിയെ പൂർത്തിയാക്കാൻ വന്ന യേശുവേ നീയാണു ജ്ഞാനപീഠം, മാറ്റാതെ നീതിയെ പൂർത്തിയാക്കാൻ വന്ന യേശുവേ നീയാണു ജ്ഞാനപീഠം, പഞ്ചാഗ്നി മധ്യത്തിൽ തപസ്സിരുന്നിട്ടല്ല സർവേശ്വരാ നിന്നെ അറിഞ്ഞതു ഞാൻ, സ്നേഹസ്വരൂപനായി ഭൂമിയിൽ ജീവിച്ച് ദൈവമേ നീ സ്വയം വെളിപ്പെടുത്തി. ഇതിൽ നമ്മളിപ്പോൾ കേട്ടത് പൂർവകാലങ്ങളിൽ വേദവാക്യങ്ങളായി പൂർണ്ണമാകാതെ കിടന്ന സത്യം, അത് പൂർത്തിയാക്കിയെന്നാണ് പറയുന്നത്. എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ദൈവത്തെക്കുറിച്ചുള്ള വെളിപാടുകൾ അല്പാൽപമായിട്ട് എല്ലാ മതഗ്രന്ഥങ്ങളിലും ഉണ്ട്. 2ാം വത്തിക്കാൻ കൗൺസിൽ നമ്മളെ പഠിപ്പിച്ചിരിക്കുന്ന ഒരു സത്യമാണ്, അക്രൈസ്തവ മതങ്ങളിലും ദൈവാവിഷ്കാരം നടന്നിട്ടുണ്ട്, പക്ഷേ അത് പൂർണ്ണമായിട്ടില്ല. യഹൂദ മതത്തിലും ദൈവാവിഷ്കാരം നടന്നിട്ടുണ്ട്, പക്ഷെ അവിടെയും അത് പൂർണ്ണമായിട്ടില്ല. അപ്പം അതുകൊണ്ട് നമ്മുടെ ബൈബിളിൻ്റെ പഴയ നിയമ ഭാഗത്ത് അല്ലെങ്കിൽ പഴയ ഉടമ്പടി ഭാഗത്ത് ദൈവാവിഷ്കാരം പൂർണ്ണമായിട്ടില്ല. അപ്പം അവിടെ പൂർണ്ണമാകാതെ കിടന്നതെല്ലാം യേശു വന്ന് തൻ്റെ വാക്യത്തിലൂടെയും തൻ്റെ ജീവിതത്തിലൂടെയും പൂർണ്ണമാക്കി.
അപ്പം അതുകൊണ്ടാണ് ഈശോ പറയുന്നത്, ഞാൻ ഒന്നിനെയും നിയമത്തെയോ പ്രവാചകന്മാരെയോ നീക്കിക്കളയാനല്ല വന്നത്, പൂർത്തിയാക്കാനാണ് വന്നത്. ഉദാഹരണത്തിന് പല്ലിന് പകരം പല്ല്, കണ്ണിന് പകരം കണ്ണ് എന്നത് പഴയ നിയമത്തിലെ ഒരു പ്രമാണമാണ്. ആ പഴയ നിയമത്തിലെ ആളുകൾ അന്നത് ഏറ്റവും വലിയ ഒരു അനിഷേധ്യമായ ഒരു അംഗീകരിക്കപ്പെട്ട നിയമമായിട്ട് പാലിച്ചിരുന്ന. അപ്പോൾ തല്ലുന്നതിനെ തല്ലുക എന്നുള്ളത് തന്നെയാണ്. അപ്പോൾ അത് ദൈവം കൊടുത്തൊരു പ്രമാണമായിട്ട് അല്ലെങ്കിൽ ദൈവത്തിൻ്റെ സ്വഭാവമായിട്ടാണ് അന്നത്തെ ആളുകൾ അത് മനസ്സിലാക്കിയത്. പക്ഷേ തല്ലുന്നവരെ കൊല്ലുന്ന ഒരു കാലത്ത് തല്ലുന്നവരെ തല്ലുക എന്ന് പറയുമ്പോൾ മെച്ചപ്പെട്ട ഒരു വ്യവസ്ഥിതി അവിടെ ഉണ്ടായി. പക്ഷേ ഈശോ വന്നപ്പോഴത്തേക്കും ഏറ്റവും മെച്ചമായതും ഏറ്റവും പൂർണ്ണമായതും നമുക്ക് തന്നു. ഒരു ചവിട്ടത്തടിക്കുന്നവന് മറ്റേ ചവിടുകൂടി കാണിച്ചു കൊടുക്കുക എന്നുള്ളത്. അപ്പം ഈശോ വന്നിട്ട് പഴയതിനെ നീക്കിക്കളഞ്ഞില്ല എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം തല്ലുന്നവനെ കൊല്ലുന്നതിനേക്കാൾ ഭേദം തല്ലുന്നവനെ തല്ലുന്നതാണ് എന്നത് ഈശോയും അംഗീകരിക്കുന്നു. പക്ഷേ നിങ്ങൾ അവിടം വരെ പോയാൽ പോരാ, ഒരു പടിയോടെ മുമ്പോട്ട് പോകണം. ഒരു പടിയോടെ മുമ്പോട്ട് വരികയും പിന്നീട് ഏറ്റവും ഉയർന്ന പടിയിൽ എത്തുകയും ചെയ്യണം. അതിന് എൻ്റെ ജീവിതമാണ് നിങ്ങൾക്ക് സാക്ഷ്യവും മാതൃകയും. ദൈവത്തിൻ്റെ നിലപാട് അതാണ്. അപ്പോൾ എന്നെ നോക്കിക്കൊണ്ട് നിങ്ങൾ ദൈവത്തെ കാണണം. ഞാനാണ് ദൈവം എന്ന് പറഞ്ഞാൽ എന്നെ കാണുന്നവൻ ദൈവത്തെ കാണുന്നു. അപ്പം ദൈവത്തെ കാണാൻ ആഗ്രഹിക്കുന്നവരൊക്കെ യേശുവിനെ നേരെ നോക്കണം. അതുകൊണ്ട് ഏത് മതത്തിൽപ്പെട്ടവർക്കും ദൈവാവിഷ്കാരം ഉണ്ട്. പക്ഷെ അതിനപ്പുറത്തേക്ക് അവർ നോക്കണം. ആ നോട്ടം യേശുവിലെത്തണം. യേശുവിലെത്തുമ്പോൾ അത് പൂർണ്ണമാവും. ആ ദൈവ വിജ്ഞാനിയും പൂർണ്ണമാകും. യേശുവിൽ നോക്കുക മാത്രമല്ല, അവൻ്റെ കൃപയിൽ നിന്ന് കൃപയ്ക്ക് മേൽ കൃപ ഏറ്റുവാങ്ങുകയും ചെയ്യണം. അപ്പോഴാണ് ആ യാഥാർത്ഥ്യം അല്ലെങ്കിൽ ദൈവത്തെ കണ്ടത് നമ്മളിൽ യാഥാർത്ഥ്യമാവുള്ളൂ. അപ്പം നമ്മുടെ സ്വഭാവത്തിലൊരു മാറ്റം, ദൈവത്തോട് സ്വഭാവം കൊണ്ട് നമ്മൾ ആ ദൈവസ്വഭാവമുള്ളവരായിട്ട് മാറണമല്ലോ. അപ്പോൾ മനുഷ്യന് ദൈവം നൽകിയിരിക്കുന്നത് ദൈവസ്വഭാവമാണ്. ആ ദൈവസ്വഭാവം യേശുവിൽ നമ്മൾ കാണുന്നത്. അതാണ് ഇതിനകത്ത് പറഞ്ഞിരിക്കുന്നത്. പൂർവ്വകാലങ്ങളിൽ വേദവാക്യങ്ങളായി പൂർണ്ണമാകാതെ കിടന്ന സത്യം പൂർത്തിയാക്കി തന്നവനാണ്. അതാണ് അതിനകത്ത് സന്ദേശം. ശരിക്കും സത്യം എപ്പോഴും സിമ്പിളാണല്ലോ. എല്ലാ മതത്തിലുള്ള കോംപ്ലിക്കേഷൻസും ഭക്താനുഷ്ഠാനങ്ങളൊക്കെ ഭയങ്കര തീവ്രമായിട്ട് നിൽക്കുമ്പോൾ ക്രിസ്ത്യാനിറ്റി വളരെ സിമ്പിളാണല്ലോ. അപ്പോൾ അതിലത് സത്യം പൂർണ്ണമായി വരുന്നതുകൊണ്ടാണ് അത്ര സിമ്പിളായി വരുന്നത് എന്നാണ് എനിക്ക് തോന്നുന്നത്. സത്യം അറിയുമ്പോൾ സിമ്പിളാണ്, പക്ഷെ സത്യം അറിയാതെ ഇരിക്കുമ്പോൾ ഭയങ്കര കോംപ്ലിക്കേഷൻ. എല്ലാ മതത്തിലെയും ദൈവാവിഷ്കാരം അറിയാതെ നമ്മളെ സ്വാധീനിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് ഈ ഭാരതത്തിൽ ജീവിക്കുമ്പോൾ ഈ ഭാരതത്തിലെ ദൈവസങ്കല്പങ്ങൾ നമ്മളെ സ്വാധീനിക്കുന്നുണ്ട്. ആ സ്വാധീനത്തിനപ്പുറം പോകണം നമ്മൾ യേശുവിലേക്ക് നോക്കട്ടെ. നമുക്കിതിൻ്റെ ചരണം കൂടെ ഒന്ന് കേട്ട് നോക്കാം. പേടിപ്പെടുത്തുന്ന ദൈവസങ്കൽപ്പങ്ങൾ ക്രൂശിൽ കിടന്നു നീ ശൂന്യമാക്കി. പേടിപ്പെടുത്തുന്ന ദൈവസങ്കൽപ്പങ്ങൾ ക്രൂശിൽ കിടന്നു നീ ശൂന്യമാക്കി. സ്നേഹമില്ലായ്മതൻ ദൂരങ്ങളിൽ വന്ന് ബുദ്ധിതാ നീ എന്നെ സ്വന്തമാക്കി. സ്നേഹമില്ലായ്മതൻ ദൂരങ്ങളിൽ വന്ന് ബുദ്ധിതാ നീ എന്നെ സ്വന്തമാക്കി. പഞ്ചാഗ്നി മധ്യത്തിൽ തപസ്സിരുന്നിട്ടല്ല സർവേശ്വരാ നിന്നെ അറിഞ്ഞതു ഞാൻ. സ്നേഹസ്വരൂപനായി ഭൂമിയിൽ ജീവിച്ച് ദൈവമേ നീ സ്വയം വെളിപ്പെടുത്തി. പഞ്ചാഗ്നി മധ്യത്തിൽ തപസ്സിരുന്നിട്ടല്ല സർവേശ്വരാ നിന്നെ അറിഞ്ഞതു ഞാൻ. സ്നേഹസ്വരൂപനായി ഭൂമിയിൽ ജീവിച്ച് ദൈവമേ നീ സ്വയം വെളിപ്പെടുത്തി. പേടിപ്പെടുത്തുന്ന ആ ദൈവത്തെ എല്ലാം മാറ്റി അത് ശൂന്യവൽക്കരിച്ചു എന്ന് പറഞ്ഞത് തന്നെ ഭയങ്കര ഒരു ആശ്വാസമാണ് നമുക്ക് കിട്ടുന്നത്. അതായത് നമുക്കിവിടെ ലഭിച്ചിട്ടുള്ള എല്ലാ ദൈവസങ്കല്പങ്ങളും ഒരു വിധത്തിലല്ലെങ്കിൽ മറ്റൊരു വിധത്തിൽ മനുഷ്യനെ ഭയപ്പെടുത്തുന്ന. ഉദാഹരണത്തിന് തിന്മ ചെയ്യുന്നവരെ അല്ലെങ്കിൽ ശത്രുവിനെ സംഹരിക്കാൻ ദൈവം ഇവിടെ ഇറങ്ങിവരും എന്നൊരു സങ്കല്പം ഇവിടെ പ്രബലമാണല്ലോ. അതെ.
അപ്പോൾ ആ സങ്കല്പം അതിനെ ശരിയാണെന്ന് കരുതുന്നവരെ സംബന്ധിച്ചിടത്തോളം ഒരു ദുഷ്ടത പ്രവർത്തിച്ചു പോയാൽ പിന്നെ, അല്ലെങ്കിൽ ഒരു തിന്മ പ്രവർത്തിച്ചു കഴിഞ്ഞാൽ, ഒരു പാപം ചെയ്തു കഴിഞ്ഞാൽ ഭയമാണ്. കാരണം ആ ദൈവം എപ്പോഴാണ് വരുന്നത് ശിക്ഷിക്കാൻ? പലരും പറയാറുണ്ട്, ഉണ്ടോ, എനിക്കിങ്ങനെ ഒരു അപകടം ഉണ്ടായി, ദൈവം എന്നെ ശിക്ഷിച്ചതാണ്, ഞാൻ ചെയ്തൊരു തെറ്റിന് തന്നെ ദൈവം ശിക്ഷിച്ചതാണ്. അപ്പോൾ ശിക്ഷിക്കുന്ന ഒരു ദൈവത്തെ ഭയത്തോടുകൂടി മാത്രമേ നോക്കാൻ സാധിക്കുകയുള്ളൂ. അവിടെ നിന്നുകൊണ്ട് ദയനീയമായിട്ട് നിലവിളിക്കാനേ പറ്റുള്ളൂ, ദൈവമേ ശിക്ഷിക്കരുതേ, അല്ലേ? അത്രേ ഉള്ളൂ. അതെ. അപ്പോൾ സംഹരിക്കുന്ന ദൈവം, ശിക്ഷിക്കുന്ന ദൈവം, ഇങ്ങനെയൊക്കെയുള്ള ദൈവസങ്കല്പങ്ങളാണല്ലോ ഇവിടെ ഉള്ളത്. അപ്പോൾ പഴയ നിയമത്തിലെ ദൈവം പോലും ശിക്ഷിക്കാൻ തയ്യാറായി നിൽക്കുന്ന ഒരു ദൈവമാണ്. അപ്പോൾ ആ ദൈവത്തെക്കുറിച്ച് മാത്രം അറിയാവുന്നവർക്ക് ആ ഭയം മാറണമെങ്കിൽ ഈശോയിലേക്ക് നോക്കണം, അതും കുരിശിലെ ഈശോയിലേക്ക് നോക്കണം. അതുകൊണ്ടാണ് പൗലോസിലെ പറയുന്നത്, ഞാൻ ഈശോയെക്കുറിച്ചല്ലാതെ, അതും ക്രൂശിക്കപ്പെട്ടവനെക്കുറിച്ചല്ലാതെ മറ്റൊന്നും ഞാൻ പറയാൻ എനിക്കില്ല എന്ന് പറയുന്നതാണ്. അതുപോലെ തന്നെ യോഹന്നാൻ്റെ ലേഖനത്തിൽ പറയുന്നുണ്ട്, സ്നേഹത്തിൽ ഭയത്തിന് ഇടമില്ല, പൂർണ്ണമായ സ്നേഹം ഭയത്തെ ബഹിഷ്കരിക്കുന്നു, ഭയം ശിക്ഷയെക്കുറിച്ചാണ്. അപ്പം അതുകൊണ്ട് ക്രൂശിതനായ യേശുവിലേക്ക് നോക്കിയാൽ മാത്രമേ, അങ്ങനെ നോക്കി ദൈവത്തെ കണ്ടാൽ മാത്രമേ നമുക്ക് ദൈവത്തെക്കുറിച്ചുള്ള ഭയം മുഴുവനും മാറിക്കിട്ടുള്ളൂ. അതാണ് പേടിപ്പെടുത്തുന്ന ദൈവസങ്കല്പങ്ങൾ ക്രൂശിൽ തറച്ച് നീ ശൂന്യമാക്കി, ഇല്ലാതാക്കി എന്ന് പറയാൻ കാരണം. ഈ ഭയം ആണ് നമ്മളെ ശരിക്കും റിലീജിയസ് ആക്കിയിരുന്നത്. എന്നുവെച്ചാൽ നമുക്ക് പേടി കൊണ്ടാണ് നമ്മൾ റിലീജിയസ് ആവുന്നത്. ദൈവസ്നേഹത്തിൽ ജ്വലിച്ച് നിൽക്കുന്ന ഒരു റിലീജിയസ് മെൻറ്റാലിറ്റി എന്ന് പറയുന്നത് സ്വാതന്ത്ര്യമാണ്. നമ്മളിതിനു മുമ്പും ചർച്ച ചെയ്തിട്ടില്ല. അത് ഭയങ്കര ലിബറേഷനാണ്. അത് ചർച്ച ചെയ്യാതെ നമുക്ക് ഒരിക്കലും മുന്നോട്ട് പോകാൻ പറ്റത്തില്ല. കാരണം ഏറ്റവും അടിസ്ഥാനപരമായൊരു കാര്യമാണത്. ഈശോ ഇവിടെ വന്ന് ദൈവം മനുഷ്യനായിട്ട് അവതരിച്ച് ചെയ്തൊരു കാര്യമാണത്. അപ്പം അത് സകല മതങ്ങളിലെയും ദൈവ ഭയത്തെ ഇല്ലാതാക്കണമെങ്കിൽ ഈ ക്രൂസിലേക്ക്, ഈ സ്നേഹത്തിലേക്ക് നോക്കണം. പിന്നെ ഇതിനകത്ത് മറ്റൊരു പ്രയോഗം കൂടെ ഉണ്ട്, സ്നേഹമില്ലായ്മതൻ ദൂരങ്ങളിൽ. അപ്പോൾ സ്നേഹമില്ലായ്മയുടെ ദൂരങ്ങളിലേക്ക് നീ വന്ന് എന്നെ സ്വന്തമാക്കി എന്ന് പറഞ്ഞാൽ, സ്നേഹമില്ലായ്മയുടെ ദൂരങ്ങളെന്ന് പറയുമ്പോൾ നമുക്ക് ദൈവത്തെങ്കിലേക്ക് ചെല്ലാൻ പറ്റില്ല, ദൈവത്തെ സ്നേഹിക്കാനും പറ്റില്ല. അത്ര ദൂരത്തിലാണ് ദൈവം. അപ്പം എനിക്ക് സ്നേഹിക്കാൻ കഴിയാത്തത്ര ദൂരത്തിലിരിക്കുന്ന ദൈവം ഇങ്ങോട്ട് വന്ന് എന്നെ സ്നേഹിച്ച് സ്വന്തമാക്കുന്നു. അതുപോലെ തന്നെ വെറുപ്പിലും വിദ്വേഷത്തിലും കഴിയുന്നവർ സ്നേഹമില്ലായ്മയുടെ ദൂരങ്ങളിലാണ്. ആ അവസ്ഥയിലേക്ക് സ്നേഹത്തിൻ്റെയും ക്ഷമയുടെയും സന്ദേശം നൽകിക്കൊണ്ട് അവിടെയും ഒരു സ്നേഹമുള്ള അനുഭവം ഉണ്ടാക്കിയെടുക്കുന്നു. അത് ഈശോയുടെ കടന്നുവരവിൽ നിന്നുണ്ടായതാണ്. അപ്പം ഞാൻ ദൈവത്തെ അറിഞ്ഞത് പഞ്ചാഗ്നി മധ്യത്തിൽ താമസിച്ചിരുന്നിട്ടോ അല്ലെങ്കിൽ അതുപോലുള്ള എന്തെങ്കിലും ഹോമം കഴിച്ചിട്ടോ ഒന്നും അല്ല. അത് അവിടുന്ന് മുൻകൈയെടുത്ത് ചെയ്തൊരു കാര്യമാണ്. അത് നമ്മൾ തിരിച്ചറിയണം. നമുക്ക് ഒരു ഗിഫ്റ്റ് തന്നത്. അതുകൊണ്ടാണ് എൻ്റെ ഏകജാതന നൽകുവാൻ തക്കവിധം ദൈവം ലോകത്തെ അത്രമാത്രം സ്നേഹിച്ചു എന്ന് യോഹന്നാൻ ഇങ്ങനെ എഴുതി വച്ചിരിക്കുന്നു. നമുക്ക് ഈ പാട്ടൊന്ന് മുഴുവനായിട്ട് കേട്ട് നോക്കാം. പഞ്ചാഗ്നി മധ്യത്തിൽ തപസ്സിരുന്നിട്ടല്ല സർവേശ്വരാ നിന്നെ അറിഞ്ഞതു ഞാൻ. സ്നേഹസ്വരൂപനായി ഭൂമിയിൽ ജീവിച്ച് ദൈവമേ നീ സ്വയം വെളിപ്പെടുത്തി. പഞ്ചാഗ്നി മധ്യത്തിൽ തപസ്സിരുന്നിട്ടല്ല സർവേശ്വരാ നിന്നെ അറിഞ്ഞതു ഞാൻ. സ്നേഹസ്വരൂപനായി ഭൂമിയിൽ ജീവിച്ച് ദൈവമേ നീ സ്വയം വെളിപ്പെടുത്തി.
പഞ്ചാഗ്നി മധ്യത്തിൽ തപസിരുന്നിട്ടല്ല സർവേശ്വരാ നിന്നെ അറിഞ്ഞതു ഞാൻ. സ്നേഹസ്വരൂപനായി ഭൂമിയിൽ ജീവിച്ച് ദൈവമേ നീ സ്വയം വെളിപ്പെടുത്തി. പേടിപ്പെടുത്തുന്ന ദൈവസങ്കൽപ്പങ്ങൾ ക്രൂശിൽ കിടന്നു നീ ശൂന്യമാക്കി. പേടിപ്പെടുത്തുന്ന ദൈവസങ്കൽപ്പങ്ങൾ ക്രൂശിൽ കിടന്നു നീ ശൂന്യമാക്കി. സ്നേഹമില്ലായ്മതൻ ദൂരങ്ങളിൽ വന്ന് ബുദ്ധിതാ നീ എന്നെ സ്വന്തമാക്കി. സ്നേഹമില്ലായ്മതൻ ദൂരങ്ങളിൽ വന്ന് ബുദ്ധിതാ നീ എന്നെ സ്വന്തമാക്കി. പഞ്ചാഗ്നി മധ്യത്തിൽ തപസിരുന്നിട്ടല്ല സർവേശ്വരാ നിന്നെ അറിഞ്ഞതു ഞാൻ. സ്നേഹസ്വരൂപനായി ഭൂമിയിൽ ജീവിച്ച് ദൈവമേ നീ സ്വയം വെളിപ്പെടുത്തി. പഞ്ചാഗ്നി മധ്യത്തിൽ തപസിരുന്നിട്ടല്ല സർവേശ്വരാ നിന്നെ അറിഞ്ഞതു ഞാൻ. സ്നേഹസ്വരൂപനായി ഭൂമിയിൽ ജീവിച്ച് ദൈവമേ നീ സ്വയം വെളിപ്പെടുത്തി. വളരെയധികം ശ്രദ്ധിക്കപ്പെടുന്ന ഈ രാഗമാലികയിലൂടെ ഈ ക്രിസ്ത്യൻ ഭക്തിഗാനം ഇത്രയും ഭംഗിയായിട്ട് നമുക്ക് കേൾപ്പിച്ചു തന്ന വിൻസെൻ്റ് തലക്കോട്ടനും അതിലും ഭംഗിയായ വരികൾ എഴുതി തന്ന മൈക്കിൾ പനച്ചിക്കലച്ചനും നന്ദി. ഈ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാകുന്നു. അടുത്ത ആഴ്ച ഇതേ ദിവസം ഇതേ സമയത്ത് വീണ്ടും കാണുന്നവരെ എല്ലാ മാന്യ പ്രേക്ഷകർക്കും പഞ്ചാഗ്നി മധ്യത്തിൽ തപസിരുന്നിട്ടല്ല സർവേശ്വരാ നിന്നെ അറിഞ്ഞതു ഞാൻ. സ്നേഹസ്വരൂപനായി ഭൂമിയിൽ ജീവിച്ച് ദൈവമേ നീ സ്വയം വെളിപ്പെടുത്തി. പഞ്ചാഗ്നി മധ്യത്തിൽ തപസിരുന്നിട്ടല്ല സർവേശ്വരാ നിന്നെ അറിഞ്ഞതു ഞാൻ. സ്നേഹസ്വരൂപനായി ഭൂമിയിൽ ജീവിച്ച് ദൈവമേ നീ സ്വയം വെളിപ്പെടുത്തി.